Hey guys, today I'm showing a day in my life during a staycation. നിങ്ങളൊരു വൺ ഡേ ട്രിപ്പ് ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അഷ്ടമുടി കായൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങളിന്ന് സ്റ്റേക്കേഷന് തിരഞ്ഞെടുത്തത് അഷ്ടമുടി കായലാണ്. ഇത് നമ്മുടെ കൊല്ലത്താണ് വരുന്നത്. ആദ്യം തന്നെ അവർ ഹൗസ് ബോട്ടിൽ നിന്നൊരു വെൽക്കം ഡ്രിങ്ക് തന്നായിരുന്നു. ഹൗസ് ബോട്ട് എന്നൊക്കെ പറയാം, ബോട്ടാണോ ശരിക്കും, പക്ഷേ ഹൗസിൻ്റെ അതേ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ചൂസ് ചെയ്ത ഈ ബോട്ടിൽ 2 ഫാമിലിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന റൂം ഉണ്ടായിരുന്നു. കാഴ്ചകൾ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ നല്ല നാടൻ കപ്പയും മുളകിട്ട മീൻകറിയും വന്നായിരുന്നു. അടിപൊളിയായിരുന്നു. ഈ കായലിൻ്റെ മനോഹരമായ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുന്നത് ഒരു വേറെ ലെവൽ. ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും റെസ്റ്റിങ്ങിലേക്ക് പോയേക്കുവാണ്. അടിപൊളിയായിരുന്നു, പറയാണ്ടിരിക്കാൻ വയ്യ. ബോട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ അത്രയും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ടിട്ട് അങ്കിൾ ചോദിച്ചായിരുന്നു ബോട്ട് ഓട്ടിക്കണമെന്ന്. കാറിൻ്റെയും ബൈക്കിൻ്റെയും ലൈസൻസ് ഉള്ളത് കൊണ്ട് ഒരു ബോട്ടിൻ്റെ ലൈസൻസ് കൂടെ എടുക്കാമെന്ന് ഞാനങ്ങ് കരുതി. സോ ഞാനിത് ഓട്ടിച്ചായിരുന്നു. നമ്മൾ ഗൈഡ് ചെയ്യുമോ എങ്ങനെയാണ് ഇത് ഓട്ടിക്കേണ്ടതെന്ന്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് എനിക്കിത് വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ മൺട്രോ ഐലൻഡിലെത്തിയിട്ട് നമ്മൾ വേറൊരു കുഞ്ഞു ബോട്ടിലാണ് പോയത്. വളരെ നന്നായിരുന്നു യാത്ര, പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല വ്യൂ ആയിരുന്നു. ഒരു വൺ ഡേ സ്റ്റേക്കേഷന് പറ്റിയ പ്ലേസ് തന്നെയാണ് എന്തായാലും. ഇത് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. പോകുന്ന വഴി നല്ല കാഴ്ചകളും നേച്ചർ ഇഷ്ടമുള്ളവരും നേച്ചർ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കുമാണ് ഈ പ്ലേസ്. ഭാഗ്യത്തിന് ഞങ്ങൾ പോയപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. സോ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നിങ്ങൾ ഈ പ്ലേസിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നും നിങ്ങൾ പറയാൻ മറക്കരുത്. സ്ഥലത്തെത്തിയിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് എന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിവേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നമുക്ക് അവിടെ നിന്നൊരു ചൂണ്ട കിട്ടിയായിരുന്നു. ചൂണ്ടയിൽ നിന്ന് പിടിച്ച മീനാണിത്. ഞാനൊരു പ്രോ ആയതുകൊണ്ട് കൊള്ളാം. തിരിച്ച് നമ്മൾ ബോട്ടിലെത്തിയിട്ട് നമ്മുടെ വന്ദേ ഭാരത് പോകുന്ന വ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവർ ഫുഡ് കഴിക്കാൻ വിളിച്ചു. നെക്സ്റ്റ് ഫുഡിന് സമയമായി. ഈ പ്രാവശ്യം നമുക്ക് നല്ല നാടൻ ഊണാണ് കിട്ടിയത്. അടിപൊളിയായിരുന്നു. നാടൻ ഊണ്, കരിമീൻ ഫ്രൈ എല്ലാം ഒന്നിനൊന്ന് വെച്ചായിരുന്നു. വീണ്ടും ബോട്ടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ ചായയ്ക്കും സമയമായെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ചായയും വടയും കിട്ടിയായിരുന്നു. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സാമ്പ്രാണിക്കൊടിയിലെത്തിയായിരുന്നു. അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. കൊല്ലം ബീച്ചിലാണ് പോയത്. കായൽ കണ്ടല്ലോ, ഇനി കടലൂടെ കാണാമെന്ന് കരുതി. സോ നമ്മൾ ബീച്ച് കണ്ടിട്ട് അതിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റേക്കേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സീ യു ഓൺ ദ നെക്സ്റ്റ് വ്ലോഗ്.